നമുക്കൊന്ന് ചിറപ്പിന് പോയാലോ? ആലപ്പുഴയുടെ സ്വന്തം ഉത്സവമായ മുല്ലക്കൽ ചിറപ്പ് വിശേഷങ്ങളുമായി പീക്ക സ്പീക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ചിറപ്പെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴക്കാർക്ക് ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ കൂടുന്ന ഓരോ ചിറപ്പിനും വ്യത്യസ്തമായ ഓരോ അനുഭൂതികളായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ചിറപ്പാണ്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ട ചിറപ്പ്, കൗമാരക്കാർക്ക് കാഴ്ച ചിറപ്പ്, യൗവനങ്ങൾക്ക് ആവേശച്ചിറപ്പ്. കാലം പിന്നെയും കടക്കുമ്പോൾ കുടുംബത്തോടൊപ്പം ചിരിച്ചിറപ്പ്, പ്രാരാബ്ധ ചിറപ്പ്, പിന്നെ നരവീണ് കിതക്കുമ്പോൾ അമ്പലപ്പറമ്പിലിരുന്ന് നാടകച്ചിറപ്പ്. അങ്ങനെ ചിറപ്പിന് നൂറ് മുഖങ്ങളാണ്. കുഞ്ഞു മനസ്സുകളെ ഭ്രമിപ്പിക്കുന്ന എത്രയോ തരം കളിപ്പാട്ടങ്ങളാണിവിടെ. ഓരോ ചിറപ്പിനും കാണും പുതിയതായി ഒന്ന്. അവനായിരിക്കും ആ ചിറപ്പിൻ്റെ താരം. എല്ലാ ആലപ്പുഴക്കാരുടെയും ഓർമ്മകളിലെ ചിറപ്പിൽ കുട്ടിക്കാലത്ത് വാശി പിടിച്ച് കരഞ്ഞു വാങ്ങിയ അത്രമേൽ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു കളിപ്പാട്ടത്തിൻ്റെ ചിത്രം മായാതെ നിൽപ്പുണ്ടാവും. കിടങ്ങാമ്പറമ്പ് നിന്ന് തെക്കോട്ട് മുല്ലക്കൽ തെരുവിലേക്കുള്ള നടപ്പിൽ ഏത് കളിപ്പാട്ടക്കാരനെ ചൂണ്ടിക്കാണിച്ചാലും തിരിച്ചു പോകാൻ നേരം വാങ്ങിത്തരാമെന്ന് അച്ഛൻ ഉറപ്പ് പറയും. പക്ഷേ തിരിച്ചു വന്ന വഴികളിൽ ഒരിക്കലും ആ കളിപ്പാട്ടക്കാരെ പിന്നെ കണ്ടിട്ടേയില്ല. അച്ഛൻ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണെന്ന് കുറച്ച് വലുതായപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്നിപ്പോൾ കളിപ്പാട്ടമൊക്കെ വാങ്ങാൻ കയ്യിൽ ചില്ലറ കാശൊക്കെയുണ്ട്. പക്ഷേ കളിപ്പാട്ടങ്ങളെ ഒത്തിരി സ്നേഹിച്ചിരുന്ന നമ്മളിലെ ആ ബാല്യക്കാരനെ സ്വയം എവിടെയോ നഷ്ടപ്പെട്ടു പോയ പോലെ. സാധാരണക്കാർക്ക് ഒരു കഷ്ണം കരിമ്പും ഒരു പാക്കറ്റ് പൊരിയും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കളിപ്പാവയും മാത്രമാണ് ചിറപ്പ്. ഇന്നത്തെ ബഹുഭൂരിപക്ഷം കുട്ടികളും ഭാഗ്യവാന്മാരാണ്. അവർക്കൊക്കെ ഒരു താളവും ആ താളത്തിൽ തന്നെ നിൽക്കാൻ രക്ഷിതാക്കളുമുണ്ട്. ഇത്തവണത്തെ ചിറപ്പിന് എല്ലാവരും വല്ലാതെ മിസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുല്ലക്കൽ ചിറപ്പിൻ്റെ നെറ്റിപ്പട്ടമായിരുന്ന പ്രൗഢഗംഭീരമായ കമാനങ്ങളാണ്. ചിറപ്പിൻ്റെ വരവറിയിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കിടങ്ങാമ്പറമ്പ് ജംഗ്ഷനിലും AVJ ജംഗ്ഷനിലും ഈ കൂറ്റൻ കമാനങ്ങളുടെ പണി തുടങ്ങുമായിരുന്നു. ദീപാലങ്കൃതമായ ആ ഗോപുരങ്ങൾ ചിറപ്പിൻ്റെ ഹൃദയത്തുടിപ്പ് തന്നെയായിരുന്നു. ഇത്തവണ അതില്ലാതെ പോയത് വല്ലാത്തൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ മിസ് ചെയ്യുന്നത് ആ പാലപ്പൂവിൻ്റെ ഗന്ധമാണ്. ഡിസംബർ മാസത്തിലാണ് പാലമരങ്ങൾ പൂക്കുന്നത്. മുട്ടിയുരുമിയുള്ള തെക്കുവടക്ക് നടപ്പിൽ ഇടയ്ക്കിടെ ആ പാലപ്പൂവിൻ്റെ ഗന്ധം ഇങ്ങനെ മൂക്കിലേക്ക് തുളഞ്ഞു കയറും. ചിലപ്പോൾ വല്ലാതെ മത്ത് പിടിപ്പിക്കും. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തവണ അതും ഉണ്ടായില്ല. പാലമരങ്ങൾക്ക് കണക്ക് തെറ്റി. അവരെല്ലാം ഇക്കുറി നവംബർ മാസത്തിൽ തന്നെ അങ്ങ് പൂത്തു. ഈ ഡിസംബറിനെയും നമ്മുടെ ചിറപ്പനെയുമൊക്കെ അവർ മറന്നുപോയി. അതുപോലെ ഇത്തവണത്തെ ഡിസംബറും സാധാരണഗതിയിലായിരുന്നോ എന്ന് ഒരു സംശയമുണ്ട്. പറയത്തക്ക മഞ്ഞൊന്നും ഇക്കുറി ഉണ്ടായില്ല. ഓരോ ചിറപ്പുകളും എത്ര ഓർമ്മകളാണല്ലേ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വാരി വിതറുന്നത്. ഇപ്പോൾ ഈ കാണുന്ന മരണക്കിണറിൻ്റെ ദൃശ്യങ്ങൾ കണ്ടോ? ഇത് മാത്രം വെച്ചുകൊണ്ട് ഒരു പ്രത്യേക വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മരണക്കിണർ കാണാൻ കയറുന്ന ആളുകൾക്ക് മുകളിൽ നിന്നുള്ള ഒറ്റ വ്യൂവിൽ മാത്രമാണ് അതിലെ പ്രകടനങ്ങൾ കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനലിൽ കയറി മരണക്കിണറിൻ്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കണം. ചിറപ്പിന് മാത്രം സ്വന്തമായുള്ള കുറേ കാഴ്ചകളുണ്ട്, മണങ്ങളുണ്ട്. ആനപ്പിണ്ടത്തിൻ്റെ, പാലപ്പൂവിൻ്റെ, മൈലാഞ്ചിക്കറയുടെ,
പൊരിഞ്ഞു ചാടുന്ന ചോളത്തരികളുടെ, അങ്ങനെ ഓർമ്മയിൽ ഗൃഹാതുരത്വം പരത്തുന്ന എത്രയോ സുഗന്ധങ്ങളാണ് ഈ ചിറപ്പിന്. പണ്ട് ഒന്നാം ചിറപ്പ് തുടങ്ങുമ്പോൾ മുതൽ വീട്ടിൽ നിന്ന് ചിറപ്പിന് കൊണ്ടുപോകുന്ന ആ ദിവസം അങ്ങനെ എണ്ണി എണ്ണി ഇരിക്കുമായിരുന്നു. പിന്നെ 10ാം ചിറപ്പങ്ങ് കഴിയുമ്പോൾ ഈ കമാനങ്ങളും കടകളുമൊക്കെ അങ്ങനെ അഴിക്കുന്നത് കാണുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു പിടപ്പാണ്. മനസ്സിലെന്തോ അസ്തമിച്ചു പോകുന്നത് പോലെ ഒരു നഷ്ടബോധമുണ്ടാവും. ചിറപ്പ് വന്നു കഴിയുമ്പോൾ ആലപ്പുഴ പട്ടണത്തിൻ്റെ ചേല് തന്നെ അങ്ങ് മാറും. നേരം വൈകുമ്പോൾ പകൽ നേരങ്ങളിൽ തിരക്കിട്ടോടാറുള്ള ആ തെരുവുകളാണിതെന്ന് തോന്നാറേയില്ല. മനസ്സിലാകെ ഒരു ഉത്സവമേളമായിരിക്കും. കാലാകാലങ്ങളിൽ ഋതുക്കളെന്ന പോലെ വന്നു പോകാറുള്ള ഈ ചിറപ്പുകാലം ഏറെ ആവർത്തനങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും എല്ലാ കൊല്ലവും കാണാറുള്ള ഈ ഉത്സവത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യർക്ക് ഓരോ നിമിഷവും വ്യത്യസ്തമായ അനുഭൂതികൾ അരിച്ചെടുക്കാൻ കഴിയുന്നത്? എന്താണ് അവരെ ഇങ്ങോട്ട് ഓടിയെത്താൻ പ്രേരിപ്പിക്കുന്നത്? അതൊക്കെ പലപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. ഇടങ്ങാമ്പറമ്പ് ഉത്സവവും ആ ക്ഷേത്രമൈതാനത്തിലെ പൊതമണ്ണും സൂചി കുത്താൻ ഇടമില്ലാതിരുന്നിട്ടും മനസ്സിൻ്റെ ആ ഭ്രമം എവിടൊക്കെയോ വിടവ് കണ്ടെത്തി ഓർമ്മകളുടെ തോളിൽ കൈയിട്ട് മുല്ലക്കൽ തെരുവിലേക്ക് നടത്തുന്ന 1 കിലോമീറ്ററോളം നീളുന്ന നീണ്ട ഈ സഞ്ചാരം ഈ നാടിൻ്റെ പൈതൃകങ്ങളിലൊന്നാണ്. ചിറപ്പിന് ജാതിയില്ല, മതവുമില്ല. എവിടേക്ക് തിരിഞ്ഞാലും മുട്ടിയുരുമി ചിരി പകർന്ന് സ്നേഹം പകർന്ന് കടന്നുപോകുന്ന കുറേ മനുഷ്യർ മാത്രം. ഇനി നീണ്ട കാത്തിരിപ്പാണ് മഞ്ഞ് പെയ്യുന്ന അടുത്ത ഡിസംബറിലേക്ക്. ഒത്തിരി ഓർമ്മകളുടെ കുട ചൂടി ഓടി വരുന്ന ആ കളിപ്പാട്ടക്കാരനെ നോക്കി